ഇന്ന് വായിച്ച ഏവെങ്കിലും കേട്ടു. എന്തുവാ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരൻ. എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. വസിക്കാത്തതിന് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? വെട്ടിത്തീയിലിട്ട് ചുട്ടുകളെ. കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി പിടിപ്പാണ്. ദൈവത്തോട് ചേർന്നതിനെ കഷ്ടപ്പാടില്ല എന്ന് വിചാരിക്കരുത്. കൃഷിക്കാർ ചില ചെടികൾ വെട്ടിയിട്ടാലും അത് വേരില്ലെങ്കിൽ കുറച്ചുനാൾ പച്ചിച്ച് നിൽക്കും. മുന്തിരിവള്ളിയിലാണെന്ന് വിചാരിക്കും നമ്മളൊക്കെ. നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ ചെത്തി കളഞ്ഞ അവസ്ഥയിൽ കുറേ കഴിയുമ്പോൾ കിളയ്ക്കുമ്പം അതെല്ലാം കൂടെ ചെത്തിയെടുത്ത് കുഴിയിലിട്ട് മൂടും. കർത്താവ് പറഞ്ഞത് തീയിലിട്ട് ചുട്ട് കളയുന്നു. മുന്തിരിവള്ളിക്ക് അങ്ങനെ ചെയ്യാം. ആ മറന്നുപോയി. മോശയ്ക്ക് കൂട്ടായി കൊടുത്തത് ആരെയായിരുന്നു? അഹ്റോനെ. ദൈവതമ്പുരാൻ അങ്ങനെ ചെയ്യണമായിരുന്നു. മോശയുടെ വിക്കങ്ങ് മാറ്റിയാൽ പോരായിരുന്നു. പക്ഷേ മോശയുടെ വിക്ക് മാറ്റിയില്ല. 10-20 ലക്ഷം ജനത്തെ നടത്തുവാൻ ആ പാവത്തിന് വിക്ക് കൊടുത്തു. പക്ഷെ കൂട്ടായിട്ട് അഹ്റോനെയും കൊടുത്തു. അഹ്റോൻ പരിശുദ്ധ റൂഹായുടെ സ്ഥാനത്താണ്. നല്ല വചനങ്ങൾ ബോധിപ്പിക്കുകയും അവന് പറഞ്ഞു കൊടുക്കുകയും അവന് വേണ്ടി വായായിരിക്കുകയും ചെയ്യാനായിട്ടാണ് കർത്താവ് കൊടുത്തത്. അവർ രണ്ടുപേരെയും ആരാധനാക്രമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സീനായ് മലയിൽ വെച്ച് ഈ മുഷിടനായ മോശ കർത്താവിൻ്റെ അടുത്ത് പോയി. അറിയാമല്ലോ. അവിടെ പോയപ്പോൾ കുറച്ച് താമസിച്ചു. അഹ്റോനപ്പം വിചാരിച്ചു, ഇതന്നെ നല്ല പരുവം. ജനങ്ങൾക്കാണെങ്കിൽ ഒരു ദൈവത്തെ വേണം തന്നെ. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാം കൂടെ ഉരുക്കി കൂട്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി. അതാണ് 2 തരം ആരാധന. ദൈവം തീവേറിൽ കൊണ്ടെഴുതിയ കൽപ്പലക താഴേക്കിറങ്ങിയ വഴിയിൽ ദേഷ്യപ്പെട്ട് മോശ ഇറങ്ങിയുടച്ചു. അത് മനുഷ്യർക്ക് നമ്മുടെ ജാതിക്ക് കയ്യിലിരിക്കേണ്ട സാധനമാണ്. പിന്നെ രണ്ടാമത് എഴുതിക്കൊടുത്ത അതിനകത്തല്ല. മോശയോട് പറഞ്ഞ് ഈ ഒരു കൊല ഉണ്ടാക്കുന്നത് അതിലെഴുതിക്കൊടുത്തു. ഇത് നമ്മളറിയണം. 2 തരം രീതിയാണ്. നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ ജനത്തിന് ഇഷ്ടമുള്ളതാണിത്. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ആണെങ്കിൽ സ്ഥല വ്യത്യാസമില്ലാതെ OVSന് അച്ഛന്മാരും ഡാൻസ് ചെയ്യും. അമാലാകി കിടപ്പുണ്ട് പള്ളിക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അതൊക്കെ സൗകര്യപൂർവ്വം മറക്കും. എന്തൊരു ഡാൻസാണ്! എറണാകുളത്ത് 500 ചെല്ലുവാൻ ആൾക്കാരുണ്ടായിരുന്നു OVS പഠിക്കാൻ. പറഞ്ഞവരും കേൾക്കുന്നുണ്ടോ? അവിടെ ഞങ്ങളൊക്കെ നടത്തിയതാണ്. ഡാൻസില്ല, ആക്ഷൻ ഡാൻസൊക്കെ ആണ്. പക്ഷേ അത് ഒരു പരുവത്തിലുള്ളതൊക്കെ. ഇപ്പോൾ എന്തൊരു ഡാൻസാണെന്നറിയാം. അങ്ങനെയുള്ള അച്ഛന്മാരോട് എന്തൊരു കാര്യമൊന്നുമില്ല. OVSൻ്റെ പാട്ടുകാരൻ പഠിച്ചപ്പോൾ അങ്ങേര് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദേവാലയമാണ്. പണ്ട് ഇപ്പോഴത്തെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. എന്താ കുഴപ്പമെന്ന് അറിയാമോ? പണ്ട് നാടകശാലയുണ്ട്. നാടകശാലയ്ക്കകത്താണ് ഈ ഡാൻസും ചവിട്ടുനാടകവും. ഇപ്പം പള്ളിക്കകത്ത് നടക്കുന്ന ചവിട്ടുനാടകത്തിൻ്റെ കാര്യമല്ല. അത് ആത്മീയ മക്കൾ തമ്മിലുള്ള ചവിട്ടുനാടകം, മറ്റേ കലാരൂപങ്ങൾ, ചവിട്ടുനാടകവും മറ്റതുപോലുള്ള കാര്യങ്ങളൊക്കെ പള്ളിയുടെ പുറത്ത് നാടകശാലയിലായിരുന്നു പോകുമ്പോൾ. ഇപ്പോഴത് സൂക്ഷിച്ച് നമ്മളെല്ലാം സ്ലിം ബ്യൂട്ടികളാക്കുക. എല്ലാം ഇതുപോലുള്ള അർത്ഥം ഇവിടെയില്ല. തെക്കോട്ട് പോയ പഴയ നല്ല പള്ളികളൊക്കെ പൊളിച്ച് സ്ലിം ബ്യൂട്ടികളെ പണിത് വെച്ചിട്ടുണ്ട്. അത് ആയി ഇതെല്ലാം അങ്ങ് പോയി, നാടകശാല പോയി. അതുകൊണ്ടാണ് പള്ളിക്കകത്തോട്ട് കയറി. നമ്മൾ മൃഗങ്ങളെക്കുറിച്ച് പറയില്ലേ, കാട് മനുഷ്യൻ കയറി. അപ്പോൾ എന്ത് ചെയ്തു? മൃഗങ്ങൾ നാട് കയറി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നാടകശാല ഇല്ലാതായപ്പോൾ നിങ്ങളെ അച്ഛന്മാർക്ക് തന്നെയാണ്. അവരോരോരുത്തർ വട്ടം കിട്ടി വരുമ്പം പഴയ പള്ളിയൊക്കെ ഒന്ന് പൊളിക്കണമെന്ന് തോന്നും, മുറ്റത്ത് ടൈൽ കിട്ടണമെന്ന് തോന്നും. അതൊക്കെ അഹ്റോൻ്റെ ഗണത്തിൽപ്പെട്ടത്. അത് വേണ്ട.
മക്കൾ നല്ല രീതിയിൽ പോയാൽ മതി. കേൾക്കുന്ന ഞാൻ പട്ടം കൊടുത്തവരും കൊടുക്കാത്തവരുമായി എല്ലാവരും ഇത് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. സെമിനാരിയിലെ മൽപ്പാൻ ഇത് കേൾക്കുന്നുള്ളതുകൊണ്ട് മൽപ്പാൻ അത് ശ്രദ്ധിച്ചോളൂ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മൈക്കിൻ്റെ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ദൈവത്തിന് ചെവി കേൾക്കാം, അതുകൊണ്ട് മൈക്ക് ഇത്തിരി കുറച്ച് പോകും. എനിക്കിത്തിരി ചെവിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പിന്നെ ഇതൊക്കെ വേണം. ദൈവത്തിന് മൈക്ക് ചെവിക്ക് കുഴപ്പമുണ്ടോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നും. അതുകൊണ്ട് ശബ്ദമൊക്കെ ശ്രദ്ധിച്ച് ആരാധിക്കാനാണ് നിൽക്കുന്നുള്ള ബോധ്യത്തോടെ നിൽക്കുവാൻ പ്രത്യേകം ശ്രമിക്കും. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.